മിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു സാധാരണ സിൻഡ്രോമാണ് അലസത. മടിയനായിരിക്കുകയും ചെയ്യേണ്ട ജോലി നീട്ടിവെക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്നതാണ് വസ്തുത. ചിലപ്പോൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ സിൻഡ്രോം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ദൈനംദിന പഠനങ്ങൾ വർദ്ധിക്കുന്നു. തങ്ങൾക്ക് എത്രമാത്രം ജോലിയോ പഠനമോ ബാക്കിയുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേക്കും വളരെ വൈകുന്നു. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു ഓവർകം ലേസിനെസ്. നമ്പർ 1, അറ്റൈൻ ഡിസിപ്ലിൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. അച്ചടക്കം നേടുക എന്നതാണ് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. ഒരാളുടെ അലസതയെ മറികടക്കാനുള്ള താക്കോലാണിത്. ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചില ശീലങ്ങളോ പെരുമാറ്റങ്ങളോ നിർത്തുക എന്നല്ലാതെ മറ്റൊന്നും ഇതിനാവശ്യമില്ല. പഠിക്കുന്നതുപോലെ ഒരാൾ ചെയ്യേണ്ടത് അവരുടെ ശ്രദ്ധയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുകയും നല്ല ഫലങ്ങൾ നേടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ശ്രദ്ധ തിരിക്കുന്നുവെങ്കിൽ പഠിക്കുമ്പോൾ അവ മാറ്റിവെക്കുക. ഇത് ഒരു ശീലമാക്കുന്നത് വിദ്യാർത്ഥികൾ അടുത്ത തവണ പഠിക്കാൻ തുടങ്ങുന്നതിന് തയ്യാറെടുക്കുന്നതിലേക്ക് നയിക്കും. കൂടാതെ ഇന്നത്തെ ഈ ചെറിയ ത്യാഗങ്ങൾ തീർച്ചയായും ഫ്യൂച്ചറിൽ ഫലം നൽകുമെന്ന് വിദ്യാർത്ഥികൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്പർ 2, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. പഠന സമയത്ത് അലസത ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം സാധ്യമായ വിധത്തിൽ എല്ലാത്തര ശ്രദ്ധയും ഇല്ലാതാക്കുക എന്നതാണ്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തതിന് ശേഷം പഠനത്തിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ടിവിയും ഫോണും ഓഫാക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു അർജൻറ്റ് കോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫോൺ വൈബ്രേറ്റ് അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലേക്ക് ആക്കുക. കൂടാതെ നിങ്ങളുടെ റൂംമേറ്റുകളോടോ കുടുംബാംഗങ്ങളോടോ സ്വകാര്യത ആവശ്യപ്പെടുക. എല്ലാത്തരം ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയാൽ കൂടുതൽ വിജയകരമായി പഠിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഓർക്കുക. നമ്പർ 3, ക്രിയേറ്റ് എ ടൈം ടേബിൾ. വിദ്യാർത്ഥികളിൽ നിന്നും മടിമാറ്റാനുള്ള മറ്റൊരു മാർഗം ഓരോ ക്ലാസ്സുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നതാണ്. ഇത് അവർക്ക് അച്ചടക്കം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പെൻഡിംഗ് ആയ അസൈൻമെൻറ്റുകളുടെയും ഒരു ലിസ്റ്റ് സഹിതം ഒരു കലണ്ടർ സൃഷ്ടിക്കുന്നതും അവയുടെ അവസാന തീയതികൾ പല മടങ്ങ് സഹായിക്കുന്നു. അപ്പോൾ അവയ്ക്ക് മുൻഗണന നൽകാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനും എളുപ്പമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ധാരാളം നുണകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് അത് എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നിടത്ത് സൂക്ഷിക്കുക നല്ലൊരാശയമാണ്. അപ്പോൾ അവർക്ക് പൂർത്തിയാക്കിയ പ്രോജക്റ്റുകളുടെയും അസൈൻമെൻറ്റുകളുടെയും ട്രാക്ക് സൂക്ഷിക്കാൻ കഴിയും. ഒരു ടൈം ടേബിളിനെ അച്ചടക്കത്തിനുള്ള മാർഗമായും കണക്കാക്കാം. അത് പാലിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും. നമ്പർ 4, മെയിൻറ്റെയിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫോർ സ്റ്റഡിയിങ് എവറി ഡേ. സ്വയം അച്ചടക്കവും കഠിനാധ്വാനവുമാണ് വിജയം കൈവരിക്കുന്നത്. വിദ്യാർത്ഥികൾ ദൈനംദിന പഠന ഷെഡ്യൂൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ഏക കാരണം അതാണ്. ദിവസേന ഒരു നിശ്ചിത കാലയളവിൽ പഠിക്കുന്നത് നിർണായകമാണ്. ഇത് പഠനം ഒരു ശീലമാക്കാൻ സഹായിക്കും. കൂടാതെ ഓരോ പഠന സെഷനും വൈകാരികമായും മാനസികമായും തയ്യാറാകുക. ഇത് ഒരാളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും നീട്ടിവെക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും. വ്യക്തമായും അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം പ്ലാനുകളും ഷെഡ്യൂളുകളും മാറ്റാൻ കഴിയും. എന്നാൽ ഒരാൾ എത്രയും വേഗം അവരുടെ പതിവ് പാറ്റേണിലേക്ക് മടങ്ങണം. നമ്പർ 5, ടേക്ക് ബ്രേക്സ്. വായനശാലയിൽ ദിവസങ്ങളോളം പുസ്തകത്തിൽ കണ്ണു നട്ടിരിക്കാനോ പരീക്ഷയുടെ തലേദിവസം രാത്രി പഠിച്ച് പിറ്റേന്ന് ക്ഷീണിതനാകാനോ ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ വിദ്യാർത്ഥികൾ അവരുടെ സമയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും പഠന സെഷനുകൾക്കിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കാനും പഠിക്കണം. 1 മണിക്കൂർ പഠനത്തിന് ശേഷം ഉദാഹരണത്തിന് 15 മിനിറ്റ് ഇടവേള തലച്ചോറിനും ഞരമ്പുകൾക്കും വിശ്രമിക്കാനും ഉന്മേഷം നൽകാനും നല്ലതാണ്. പാട്ട് കേൾക്കുക, പുറത്തേക്ക് അല്പനേരം നടക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുക എന്നിങ്ങനെയുള്ള വിശ്രമിക്കുന്നതും അവരുടെ തലച്ചോറിന് വിശ്രമം നൽകുന്നതുമായ എന്തും ചെയ്യാൻ കഴിയും. സോ ഈ 5 കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മടി മാറ്റാൻ കഴിയും.